ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വന്നേക്കാണ്. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ ബ്രോഡ്വേ വന്നേക്കാണ്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. മെയിനായിട്ട് ക്രിസ്മസ് ട്രീ നമ്മുടെ വീട്ടിൽ നശിഞ്ഞ്, അപ്പോൾ അത് ആദ്യം മേടിക്കണം. പിന്നെ കുറച്ച് ഡെക്കർ ഐറ്റംസൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഗൈസ്, ഞാനും അച്ഛൻ വന്നത് ബ്രോഡ്വേയിലാണ്. അപ്പോൾ ബ്രോഡ്വേയിൽ വരാനുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മേജർ സ്ട്രീറ്റിൽ ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും നമ്മൾ കേട്ടിരുന്നു. അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാം ആയാലും ബാക്കി പ്ലാറ്റ്ഫോം ആയാലും അവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുമെന്ന് നമ്മൾ കണ്ടിരുന്നു. അതാണ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. അവിടെ എത്തിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ നോർമൽ റീലിലും ബാക്കിയുള്ള ഷോർട്സിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അത്രയൊക്കെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ അടിപൊളി ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. അത് ക്രിസ്മസ് ട്രീ ആയി കഴിഞ്ഞാലും ബാക്കി എല്ലാ സാധനങ്ങളായാലും അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് തോന്നിയൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ പല റേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ അതിൻ്റെ റേറ്റിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയുടെ ഹൈറ്റിലുള്ള ആ ഒരു ഡിഫറൻസ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള പ്രൈസ് റേഞ്ചും കാര്യങ്ങളും വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രീ തന്നെയാണ് നോക്കിയിരുന്നത്. കാരണം നമ്മൾ ഇതെന്തായാലും കുറച്ചധികം വർഷം ഇനി ഉപയോഗിക്കും. അപ്പം നല്ല അടിപൊളി സാധനം തന്നെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവരോട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിൻ്റെ ലീഫൊക്കെ തൊട്ട് നോക്കായിരുന്നു. കാരണം ചിലത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇത്ര റേറ്റൊക്കെ കൊടുത്ത് മേടിക്കുമ്പോൾ അതിനുള്ള ക്വാളിറ്റിയും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ചെക്ക് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഡെക്കറിനുള്ള സാധനങ്ങളെല്ലാം നോക്കായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ അത്യാവശ്യം ഡെക്കർ ഉണ്ടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തതിൽ. എന്നാലും കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിൽക്കട്ടെ എന്ന് വെച്ച് കുറച്ച് സെലക്ട് ചെയ്യായിരുന്നു. നമ്മൾ ആക്ച്വലി ഈ ട്രീ ആണ് എടുത്തത്. ഈ ട്രീ എടുത്തു. ട്രീ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ അത്യാവശ്യം ഡെക്കർ മേടിച്ച് കഴിഞ്ഞിട്ടും അവിടെ നിന്ന് നമുക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. വേറെ എന്തെങ്കിലും മേടിക്കണോ എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം അവിടെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് മാത്രമല്ല എല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ ട്രീ മേടിക്കണ സമയത്ത് ഒരുവിധം എല്ലാ കടയിലും കയറി അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു കടയിൽ കയറി അവിടുന്ന് ട്രീ മേടിക്കല്ല ചെയ്തത്. ഇതിനൊക്കെ 130 രൂപ. പക്ഷേ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അത്യാവശ്യം അഫോർഡബിളും ആണ്. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ പറഞ്ഞൂടെ. പക്ഷെ കൊള്ളാം. എനിക്ക് ഈ 2 ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഇതിന് കുറച്ച് ഡെക്കറുണ്ട്. പിന്നെ ഇതൊക്കെ നോക്കൂ. പിന്നെ അവർ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ അടിയിലിരുന്ന മാറ്റൊക്കെ കാണിച്ചു തരായിരുന്നു. അപ്പോൾ നമ്മളത് മേടിക്കണ വേണ്ടിയെന്ന് ആലോചിച്ചു. പിന്നെ എനിക്കത് കുറച്ച് ഓവറായിട്ട് തോന്നി. കാരണം അതിനുള്ളതില്ല എന്നെനിക്ക് തോന്നി. അത് നോക്കിയിട്ട് മേടിക്കാതല്ലേ. അങ്ങനെ നമ്മുടെ പർച്ചേസ് എല്ലാം ഒരു ദിവസം കഴിഞ്ഞു. കാരണം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. അപ്പോൾ തിരിച്ചു പോകുമ്പോഴായാലും നല്ല രസമുണ്ട് അവിടെ കാണാൻ. കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ അവിടെ ചുമ്മാ നടക്കാനായിട്ട് വരുന്നുണ്ട്. കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. കാരണം അത്രയും നല്ല ആംബിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ട ഇടയിൽ ജസ്റ്റ് കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയി ഗായ്സ്, കറണ്ട് പോയി. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ മേജർ ബസാറിൽ നിന്ന് തിരിച്ചിറങ്ങാം കേട്ടോ.
നിറച്ച ആൾക്കാരായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഞാൻ അതും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇത് സെറ്റ് ചെയ്യണത് കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതേ ഞങ്ങൾ വീടൊക്കെ എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മൾ ഇത് ക്രിസ്മസ് ട്രീ സെറ്റാക്കാൻ പോണ്. അപ്പോൾ ഈ മെൽവിയും സായിയും എല്ലാവരും ഉണ്ട്, അച്ചും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് നമ്മൾ ഇന്നലെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ട്രീ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പൊളിച്ചൊക്കെ നോക്കി. പിന്നെ ഇത് ഡെക്കറേഷൻ സാധനങ്ങൾ ഇച്ചിരി ഉണ്ട്. ഇതിനും കുറച്ച് പൈസയായി. ഈ ട്രീക്ക് ഇന്നലെ 5550 രൂപയുടെ ട്രീയാണ്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം. ഒടുക്കത്തെ പൈസ എല്ലാത്തിനും. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നുന്നു. ഇത് പിന്നെ ഒരു വർഷത്തേക്കൊന്നല്ല, കുറച്ചധികം വർഷം യൂസ് ചെയ്യാമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നോർമലി നമ്മൾ ഇവിടെ വെക്കാറ്. ഈ വട്ടം നമുക്ക് പുറത്ത് വെക്കാമെന്ന് വെച്ച് സെറ്റാക്കി. ചെറുതായ വേറെ സാധനം നമ്മൾ വാങ്ങിയപ്പോൾ ഇത് 5 ഫീറ്റിൻ്റെ ആട്ടോ. അപ്പോൾ ഈ ഫീറ്റ് അനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചും അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ചിലതിപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്നു. നമ്മള് ചെയ്യല്ല നോക്കി ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മളിത് ഡെക്കോർ ചെയ്യാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഈ ട്രീക്ക് ഡെക്കറിന് അധികം ആവശ്യമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ഇടയിൽ ഡെക്കർ വരുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഡെക്കേഴ്സും മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മള് 2 കൊല്ലം മുന്നേ മേടിച്ച വയറുണ്ടോ, മീൻസ് ലൈറ്റാണ്. ഇതിപ്പോഴും വർക്കിംഗ് ആണ്. ഇന്നലെ കുത്തിക്ക് വർക്കിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്തൊന്നും വരില്ല. ഇത് കഴിഞ്ഞാൽ മുന്നത്തെ കൊല്ലം ഞാൻ സാന്ദ്രയും കൂടി ക്രിസ്മസ് ട്രീ സെറ്റാക്കിയപ്പോൾ മേടിച്ചതാണ്. അത്യാവശ്യം ഭയങ്കര ലെങ്ത് ഉണ്ട്. തീരൂല. ഇനി 20 മീറ്റർ 30 മീറ്റർ ലൈറ്റ് കോട്ടെ. എന്താണിത് പോവാത്തെ? മനസ്സിലായി. ഓക്കെ, ഇനി പോയല്ലോ ഡബിൾ ഇവിടെ ഉണ്ട്. നമ്മളുടെ ട്രീ സെറ്റായി, ലൈറ്റൊക്കെ ഹെയറി ലൈറ്റൊക്കെ സെറ്റാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് വാച്ചു അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്മളിവിടെ ഒരു ചെറിയൊരു ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ
നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ക്രിസ്മസ് ട്രീയുടെ. ഇവിടെയും ആ സെയിം സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് നോക്കൂ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കൊള്ളാം. പിന്നെ ഇവിടെ ഒരു ബോ വെച്ചു, ഒരു കുഞ്ഞുമായി. ഇത് ഈ സെയിം ലൈറ്റിൻ്റെ തന്നെ എല്ലാ കളറും വരുന്നത്. ഈ ഒരു ലൈറ്റിന് 120 രൂപയാണ്. പിന്നെ ഇതിനൊക്കെ 60 അങ്ങനെ എന്തോന്ന് തോന്നുന്നു. ഇവിടെ ഒരു മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. ഇത് നമ്മൾ കുറേ ടൈം എടുത്തു കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 1-1.5 മണിക്കൂറായിട്ടുണ്ട്, കൂടിയാലും ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ.